ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും നമുക്ക് നൽകുന്ന ദൂത് എന്താണ്? ഇന്ന് കർത്താവിന് ഒരുപാട് സങ്കടമുണ്ട്. തന്റെ സഭയെ നോക്കി, തന്റെ ആത്മായ പ്രേക്ഷിതരെ നോക്കി, തന്റെ വൈദികരെ നോക്കി, താൻ വിളിച്ച് വേർതിരിച്ച് തന്റെ സമർപ്പിതരെ നോക്കി, താൻ നിയോഗിച്ചവരെ നോക്കി ഇന്ന് കർത്താവ് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കർത്താവിന്റെ സങ്കടം എന്തിനെ കുറിച്ച്? മലാക്കി പ്രവചനം 2:17 വ്യക്തമായി പരിശുദ്ധാത്മാവ് സഭയെ പഠിപ്പിക്കുന്നുണ്ട്. വാക്കുകൾ കൊണ്ട് നിങ്ങൾ കർത്താവിനെ മടുപ്പ് വരുത്തിയിരിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് 11 വായിച്ചേ. വാക്കുകൾ കൊണ്ട് നിങ്ങൾ കർത്താവിന് മടുപ്പ് വരുത്തിയിരിക്കുന്നു. നമ്മുടെ വാക്കുകളാണ്, നമ്മുടെ സംസാരങ്ങളാണ് കർത്താവിന് നൊമ്പരമുണ്ടായിരിക്കുന്നത്, കർത്താവിന് സങ്കടപ്പെട്ടിരിക്കുന്നത്, കർത്താവിനെ മടുപ്പ് വന്നിരിക്കുന്നതിന്റെ ഒരു കാരണം എന്താ? നമ്മുടെ വാക്കുകള് വിലയില്ലാത്ത പരദൂഷണത്തിന്റെ, ഏഷണിയുടെ, ദുഷിപ്പിന്റെ, നിന്ദയുടെ, പരിഹാസത്തിന്റെ വാക്കുകൾ നമ്മൾ കുടുംബങ്ങളിലും നമ്മുടെ സഭയിലും നമ്മുടെ കൂട്ടായ്മകളിലും കർത്താവ് മിനിസ്ട്രികളിലൊക്കെ ഇന്നിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക. കർത്താവ് പറയാ, നിങ്ങളുടെ സ്തുതികളിൽ, നിങ്ങളുടെ പ്രാർത്ഥനകളിൽ, നിങ്ങളുടെ ആരാധനകളിൽ ഞാൻ സന്തോഷിക്കുന്നില്ല. കാരണം നിങ്ങളുടെ സംസാരം എനിക്ക് മടുപ്പ് വരുത്തിയിരിക്കുന്നു, എനിക്ക് സങ്കടം വരുത്തിയിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് എത്ര പേർക്ക് കർത്താവിൻ്റെ മനസ്സ് കാണാൻ കഴിയുന്നുണ്ട്? കർത്താവ് ഇന്ന് വളരെ ദുഃഖിതനാണ്. ഫാത്തിമ പ്രത്യക്ഷീകരണത്തിൽ സ്വർഗം തെരഞ്ഞെടുത്ത 3 ഇടയ കുഞ്ഞുങ്ങളിൽ പ്രധാനിയായിരുന്നു ലൂസി. ലൂസിയോട് അമ്മ മാതാവ് പറഞ്ഞു, ലൂസി, നമ്മുടെ കർത്താവ് പാവമാണ്, നമ്മുടെ കർത്താവ് പാവമാണ്. അവിടുന്ന് വളരെ ദുഃഖിതനാണ്. കർത്താവ് ഇന്ന് ഒരുപാട് ദുഃഖിതനാണ്. എന്താണ് കർത്താവിന്റെ ദുഃഖത്തിന് കാരണം? നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ചില വാക്കുകൾ, അത് കർത്താവിനെ ഒരുപാട് വേദനിപ്പിക്കുന്നു. അതുകൊണ്ട് സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ സഭ മക്കളോട് പറയുന്നത്, ഫസ്റ്റ് പീറ്റർ 2-ാം അധ്യായം 1-ാം വചനത്തിൽ ദൈവത്തിന്റെ വചനം പറയാം. എന്താ ഇത് വിജാതിയർക്കുള്ള മെസ്സേജ് അല്ല. കർത്താവിനെ കണ്ടുമുട്ടിയ, കർത്താവിന്റെ കൃപയിൽ വളരുന്ന, കർത്താവിന്റെ സ്നേഹത്തിൽ വളരെ ആഗ്രഹിക്കുന്ന തന്റെ ജനത്തോട് പരിശുദ്ധാത്മ പറയുന്ന ദൂതാണിത്. എന്താ ആത്മാവ് പറയുന്നത്? നിങ്ങൾ എല്ലാ തിന്മയും, വഞ്ചനയും കാപട്യവും അസൂയയും അപവാദവും, ആ വചനം ശ്രദ്ധിക്കണം, അപവാദവും എന്ന് പറഞ്ഞ എല്ലാവരും, അപവാദം, പരദൂഷണം, ദുഷിപ്പ് വാക്കുകള് നിങ്ങൾ ഉപേക്ഷിക്കുവിൻ. ഇത് ഉപേക്ഷിക്കാതെ അന്ത്യകാല പ്രേക്ഷിതരാകാൻ നമുക്ക് സാധ്യമല്ല ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രേക്ഷിത ചൈതന്യം നമ്മളിലേക്ക് വ്യാപരിക്കുകയില്ല. ഈ ചൈതന്യത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുകയില്ല. അന്ത്യകാല പ്രേക്ഷിത ചൈതന്യം നമ്മളിൽ വസിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ അപവാദം ഉപേക്ഷിക്കണം, നീ വിലക്കെട്ടോ പറയുന്നത് അവസാനിപ്പിക്കണം. വില കൊടുത്ത് നിന്റെ അതരത്തെ നീ വിശുദ്ധിയിൽ സൂക്ഷിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നത് എഫെസസ് അവിടെ 4-ാം അധ്യായം 29-ാം വചനത്തിൽ എന്താ ശ്ലീഹ പറയുന്നത്? നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക്, നമ്മളെ കേൾക്കുന്നവർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്ന വിധത്തിൽ, അവരുടെ ഉന്നതിക്ക് ഉതകും വിധം, അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്ന വിധത്തിൽ നിങ്ങൾ സംസാരിക്കണം. നമ്മുടെ അധരങ്ങളിൽ നിന്ന് ചീത്ത വാക്കുകള്, ദുഷിപ്പ് വാക്കുകള്, പരിഹാസ വാക്കുകള്, നിന്ദാ വാക്കുകള്, കുറ്റപ്പെടുത്തുന്ന വാക്കുകള്, ഗുരുപ്പെടുത്തുന്ന വാക്കുകള്, പരദൂഷണത്തിന്റെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ എന്ന് കർത്താവ് നമ്മൾക്ക് താക്കീത് തരികയാണ്. നമ്മുടെ സംസാരങ്ങളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണ സഹോദരങ്ങളെ. അന്ത്യകാല പ്രേക്ഷിതര് ഈ അഭിഷേകമുള്ളവരാ. നമ്മുടെ പരിശുദ്ധ അമ്മ മാതാവ് അതിന് ഏറ്റവും വലിയ തെളിവല്ലേ? അമ്മ സംസാരിച്ചപ്പോൾ ആ സംസാരം
ആ അഭിവാദനം കേട്ട എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു, അവൾ അഭിഷേകത്തിൽ നിറഞ്ഞു, അവൾ ആത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞു. എന്റെ സഹോദരങ്ങളെ, നമ്മൾ ഇത് മനസ്സിലാക്കണം. ഞാനൊരു കാര്യം നിങ്ങളോട് പങ്കുവെക്കട്ടെ. ഇന്ന് ഈ ലോകത്തെ ഭരിക്കുന്നത്, ഇന്ന് ഈ ലോകത്തിൽ നടമാടുന്ന അനേകം ദുഷിപ്പുകളുടെ ഒരു അടിസ്ഥാന കാരണം നാവിന്റെ പാപമാണ്. നാവ് മൂലമുള്ള പാപങ്ങളാണ് ഇന്ന് അനേകരെ നിത്യമായ ശിക്ഷയിലേക്ക് പോകാനുള്ള ഒരു കാരണം. സ്വർഗം നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹരായി തീരുന്നതിനൊരു കാരണം നാവിന്റെ പാപമാണ്. ഇത് പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ വാക്കുകളാണ്. ജഡീക പാപങ്ങൾ മൂലവും നാവിന്റെ ഇത്തരത്തിലുള്ള നിയന്ത്രണമില്ലാത്ത വാക്കുകൾ മൂലം അനേകം ആത്മാക്കൾ നരകത്തിൽ നിബന്ധിക്കുന്നു. ഇത് സ്വർഗത്തിന്റെ വേദനയാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് ഈ ലോകത്തെ കൺട്രോൾ ചെയ്യുന്നത് നമുക്കറിയാം. ചതിയുടെയും നുണയുടെയും കാപട്യത്തിന്റെയും വഞ്ചനയുടെയും അപവാദത്തിന്റെയും പരദൂഷണത്തിന്റെയും അരൂപികളാണ്. അത് സഭയിലാണെങ്കിലും നമ്മുടെ കുടുംബങ്ങളിലാണെങ്കിലും കൂട്ടായ്മകളിലാണെങ്കിലും നമ്മളായിരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും ഇന്ന് ഈ തിന്മകൾ വളരെയധികം പ്രബലപ്പെട്ട് കഴിഞ്ഞു. ദൈവമക്കളെ, വളരെയധികം പ്രബലപ്പെട്ട് കഴിഞ്ഞു. വെളിപാടിന്റെ പുസ്തകം 16:13 കർത്താവിന്റെ വചനം പറയും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരാകണം, വളരെ വില കൊടുത്ത് നമ്മൾ ജീവിക്കണം. അന്ത്യകാല പ്രേക്ഷിത കൂട്ടായ്മയിൽ ഞാനും നിങ്ങളും ചേർക്കപ്പെടണമെങ്കിൽ കർത്താവിന്റെ വിശ്വസ്തരായ മുദ്രിതാത്മാക്കൾ കർത്താവിന്റെ മുദ്ര സംരക്ഷണ മുദ്ര നമ്മുടെ മേൽ പ്രകാശിതമാകണമെങ്കിൽ എന്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ തിന്മയെ കീഴ്പ്പെടുത്തണം.